ഹായ് ടു ഓൾ, ദിസ് ഇസ് രേവതി. നമ്മൾ ഓൾറെഡി ക്രോക്കി വരയ്ക്കാനും അത് ഫ്ലഷ് ഔട്ട് ചെയ്യാനും ഒക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ശരീരഭാഗങ്ങൾ വരയ്ക്കാനാണ്. അതിൽ ഒന്നാമത്തേതാണ് ഹാൻഡ് പൊസിഷൻസ്. നമുക്ക് ഹാൻഡ് പൊസിഷൻ വരച്ച് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കുപ്പി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് നമുക്കൊരു റൗണ്ട് വരയ്ക്കാം. ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ട് പെൻസിൽ കൊണ്ട് ഒരു റൗണ്ട് വരച്ചു. അതിനുശേഷം അതിൻ്റെ ഇരുവശങ്ങളിലായിട്ടും ഓരോ വരകൾ വരച്ചു കൊടുക്കുക. ഇതുപോലെ മുകളിലാക്കി വരയ്ക്കുക, ചെരിച്ച് വരയ്ക്കണം. ഈ വരകൾക്കിടയിലുള്ള വ്യത്യാസം കണ്ടോ? ഇവിടെ വീതി കൂടുതലും ഇവിടെ വീതി കുറവായിരിക്കണം. അതിനുശേഷം ആ വൃത്തത്തിൻ്റെ താഴെയായിട്ട് ഇതുപോലെ സൈഡിലോട്ട് ചെരിച്ച് ഒരു വര കൊടുക്കും. ഇനി വൃത്തത്തിൻ്റെ ഇരുവശങ്ങളായിട്ടും ഇതുപോലെ കൊടുക്കണം. അതിനായിട്ട് ആദ്യം നമ്മൾ വരച്ച വരയുണ്ടല്ലോ, ഈ വര, ഇതിൻ്റെ അതായത് ഈ ഭാഗത്തായിട്ട് വേണം നമുക്ക് ആ വര നിൽക്കാൻ. ഇത്രയും വീതി, അതായത് ഈ വരയുടെ സെൻറ്ററായിട്ട് വേണം ഈ വര വന്ന് എൻഡ് ചെയ്യാൻ. ഇതിങ്ങനെ വരണം, മനസ്സിലായോ? ഈ രീതിയിൽ വരയ്ക്കുക. അതിനുശേഷം താഴത്തെ വര സ്ട്രെയിറ്റ് ആയിട്ട് നീട്ടി വരയ്ക്കുക. ഇനി ഇവിടുന്ന് കൈ വിരലുകൾക്ക് എത്ര നീളം വേണോ, കൈ താഴ്ത്തിയിട്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്, അത്രയും നീളത്തിൽ വരയ്ക്കുക. എന്നിട്ട് ഈ ഭാഗം ഒന്ന് ചെറുതായിട്ട് കർവ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ. എന്നിട്ട് ഈ വര ഇവിടാണ് എൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇവിടെ ആയിരിക്കുമല്ലോ. അതായത് ഈ വര ഇവിടെ എൻഡ് ചെയ്യുന്നു, ഇതിൻ്റെ സെൻറ്റർ ഈ ഭാഗത്തായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഡോട്ടും താഴത്തെ കർവുമായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം ഈ വരയിൽ നിന്ന് താഴോട്ട് ലൈനിലോട്ട് മുട്ടിക്കുക. ഇവിടെയാണ് നമ്മുടെ തള്ളവിരൽ തുടങ്ങുന്നത്, ഈ ഭാഗത്തായിട്ടാണ് വരും. അതിനായിട്ട് കുറച്ച് താഴ്ത്തിയായിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വരും നമ്മുടെ തള്ളവിരൽ. ഓക്കെ, വരച്ച് കാണിക്കുക. ഇവിടുന്ന് ചെറുതായിട്ട് ചെരിച്ചിങ്ങനെ ഒരു വര കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര കൊടുക്കുക. ആ വര പയ്യെ ഇവിടെ വന്ന് കർവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് തള്ളവിരൽ കിട്ടും. ഇനി നമ്മൾ കൈ വരയ്ക്കാനായിട്ട് ആദ്യം ഉണ്ടായിരുന്ന ഈ വര മായ്ച്ച് കളയുക. പൂർണ്ണമായിട്ടും മായ്ക്കണ്ട, ചെറിയ രീതി മായ്ച്ച് കളയുക. ഈ വൃത്തവും മായ്ച്ച് കളയുക. എന്നിട്ട് ഈ വരയ്ക്ക് വെളിയിലായിട്ട് കുറച്ച് ഉരുട്ടി വേണം ഇനി വരയ്ക്കാൻ. ഇത് കണ്ടോ, സ്ട്രെയിറ്റ് ലൈൻ അല്ല, കുറച്ച് ഉരുട്ടി വേണം വരയ്ക്കാൻ. ഇതും അതുപോലെ കർവ് ചെയ്ത് വരയ്ക്കുക. ഈ ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ വരയ്ക്കുന്നത് ഇവിടെ നിന്ന് താഴോട്ടുള്ള ഭാഗമാണ്. അതിനായിട്ട് ആദ്യം ആ വരകൾ മായ്ച്ചു കൊടുക്കുക. ആ രണ്ട് വരകൾ ജോയിൻ്റ് ചെയ്യുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അവിടെ മായ്ക്കരുത്. എന്നിട്ട് ഈ വരയ്ക്ക് വെളിയിലായിട്ട് ഒരല്പം വെളിയിലായിട്ട് മതി, ഒരുപാട് വേണ്ട. ഇതുപോലെ ചെറുതായിട്ട് വെളിയിലായിട്ട് ഈ ഡോട്ടിൽ വന്ന് നിൽക്കട്ടെ. അതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും വരയ്ക്ക് വെളിയിലായിട്ട് ഇവിടെ വന്ന് വരച്ചെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ വായിക്കുന്ന ഈ വരയാണ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച വര. അതൊന്ന് ലൈറ്റായിട്ട് കർവ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഈ വര നമ്മൾ മായ്ക്കണം. മായ്ച്ചിട്ട് ഇതുപോലെ മായ്ച്ച് കളഞ്ഞിട്ട് ഇതിന് അകത്തായിട്ട്, നമ്മളുടെ ശരിക്കുള്ള വരയുടെ അകത്തായിട്ട് ഒരു സെൻറ്റർ വര വരച്ച് വന്നിട്ട് ആ വരയ്ക്ക് വെളിയിലാക്കി പിന്നീട് വരയ്ക്കുക. അത് കഴിഞ്ഞ് വിരലിൻ്റെ ഭാഗം ഇതുപോലെ 2 ഡോട്ടിട്ട് ഡിവൈഡ് ചെയ്യുക, താഴോട്ടുള്ള നീളം.
ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് ഈ ഭാഗമാകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉയർന്നു വരണം. ആ ഡോട്ട് വരുന്ന ഭാഗത്തിൽ അവിടെ ചെറുതായിട്ടൊന്ന് ഉയർന്നു വരണം. ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ വീണ്ടും താഴോട്ട് വരയ്ക്കുക. ഇവിടെ ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. ഇനി നമ്മൾ കർവ് ചെയ്ത 2 ഭാഗങ്ങളുണ്ടല്ലോ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ആയിട്ട് അകത്താക്കി ഓരോ ഡോട്ട് ഇടുക. വരയ്ക്ക് അകത്താക്കി, എന്നിട്ട് ആ വര അങ്ങ് മായ്ച്ച് കളയാം. ഇതിവിടെ നിന്ന് കർവ് ചെയ്ത് ഇവിടെ കൊണ്ടെത്തിക്കുക, വീണ്ടും കർവ് ചെയ്ത് ഇവിടെ കൊണ്ടെത്തിക്കുക, വീണ്ടും കർവ് ചെയ്ത് താഴെ മുട്ടിക്കുക. അതിനുശേഷം നഖങ്ങൾ വരച്ചു കൊടുക്കാം. ആദ്യം തള്ളവിരലിലെ നഖങ്ങൾ വരച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. കണ്ടോ? ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. നിങ്ങളിതുപോലെ വരച്ചു നോക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.